എൻ്റെ പേര് ഡോക്ടർ റെനി. ഞാൻ രാമനാട്ടരയാണ് വർക്ക് ചെയ്യുന്നത്. ഞാനൊരു ഡെൻറ്റൽ സർജനാണ്. ഞാൻ ആക്ച്വലി നമ്മൾ കുറേ കാലമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എന്നും ചെയ്യുന്ന വർക്കല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാമെന്നുള്ളതിലെത്തിയപ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അതൊരു ഫാം തുടങ്ങിയാലോ എന്നുള്ളതിലേക്ക് വന്നത്. അപ്പോൾ ഞാനും വൈഫ് അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ വൈഫ് ആദ്യം പറഞ്ഞു നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു കോഴി ഫാം തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ കോഴി ഫാം എന്ന് പറഞ്ഞ സാധനത്തിന് ഭയങ്കര സൗണ്ടായിരിക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചിന്തിച്ചപ്പോഴാണ് റാബിറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വന്നത്. കാരണം റാബിറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രീവിയസ് ആയിട്ട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് കുറച്ച് റാബിറ്റ് ഉണ്ടായിരുന്നു. 10-25 ഞാൻ ഒരു കാലത്ത് വളർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെനിക്ക് ചെറിയൊരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു ഈ റാബിറ്റിൻ്റെ കാര്യത്തെക്കുറിച്ച്. പിന്നീട് ഞാൻ യൂട്യൂബിൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഞാൻ ആഷ്യാന റാബിറ്റ് ഫാമിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ മിഗ്ഡാസാറിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അങ്ങനെ ഞാൻ വൈഫിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ വൈഫ് പറഞ്ഞപ്പോൾ നമുക്കൊന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മിഗ്ഡാസാറിനെ വിളിച്ചു. അപ്പം മിഗ്ഡാസാറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ രാമനാട്ടരെ എന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പം എന്താ ചെയ്യുന്നത് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഡെൻ്റൽ സർജനാണ്, ഞാൻ വർക്ക് ചെയ്യുന്ന ഡോക്ടറാണെന്ന് പറഞ്ഞപ്പോൾ മിഗ്ഡാസാർ ആദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല ഡോക്ടറെ, ഡോക്ടർക്കൊന്നും ഇക്കാലത്ത് വേറെ പണികളൊന്നുമില്ലേ, പുല്ല് രാവിലെ തന്നെ എണീറ്റ് കണ്ട് പുല്ല് പറിക്കാൻ പോകുന്നതാണ് ഡോക്ടർ പണി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്താ സാർ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പുല്ല് പറിച്ചുകൊണ്ട് നമ്മൾ പ്രൊഫഷൻ വേറെ ആയി പോകും, ഒരു ഡോക്ടർ പുല്ല് പറിച്ചിട്ട് എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം മിഗ്ഡാ സാർ പറഞ്ഞു ഒന്നും കൂടി നിങ്ങൾ തീരുമാനിക്കുക, ഒന്നും കൂടി ചിന്തിക്കും. ഞാൻ മലയാളികളെ കാണുന്ന ദിവസം, മലയാളികൾക്കുള്ള എൻ്റെ അപ്പോയിൻമെൻറ്റ് ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശനിയാഴ്ചയും ഞായറാഴ്ചയും മാത്രമാണ്. അങ്ങനെ ഞാൻ വൈഫിനെയും കൂട്ടിയിട്ട് ഞാനിവിടെ വന്നു, ആഷ്യാനയിൽ വന്നു. ഇവിടുത്തെ ബോർഡുകളും കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചു. അതിന് മുമ്പ് തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ യൂട്യൂബ് വഴി തന്നെ ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. അങ്ങനെ മിഗ്ഡാ സാറിനെ വന്ന് കണ്ടു. അപ്പം മിഗ്ഡാ സാറിൻ്റെ അടുത്ത് ഞാൻ വന്നപ്പോഴൊക്കെ മിഗ്ഡാ സാർ ആദ്യം തന്നെ എന്നോട് പറയുന്നത് ഫുള്ള് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ എനിക്കതിന് പോസിറ്റീവ് എനർജിയാണ് എനിക്ക് കിട്ടിയത്. കാരണം സാറ് പറയുന്ന കാര്യങ്ങൾ വളരെ ഇതാണ്. കാരണം ഈ ഒരു മുയൽ കൃഷി ആയാലും എന്തായാലും ഇത് ഇന്നോ നാളെ നമ്മൾ നിർത്താനുള്ളൊരു സംഭവമല്ല, നമ്മൾ പെർമനൻ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഇപ്പം 2 മാസം വളർത്തി 3-ാം മാസം അതിന് ഫീഡ് കിട്ടിയിട്ടില്ല, അതിൽ തീറ്റ കിട്ടില്ല, അതോടുകൂടി മടുത്തിട്ട് ഒഴിവാക്കേണ്ടി വേറെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് സാർ ഈ നെഗറ്റീവ് പോയിന്റ്സ് ആദ്യം പറയുന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിന് കുറച്ച് ബുദ്ധിമുട്ടുള്ള റിസ്ക്കുകൾ നമ്മൾ എന്തായാലും എടുത്തേ പറ്റൂ. റിസ്ക് എടുക്കാതെ ഇന്നത്തെ കാലത്ത് ഒരു കാര്യങ്ങളും നടക്കില്ല. അപ്പം ഞാനാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒരേ പണി ചെയ്യുകയാണ്. കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഞാൻ പ്രാക്ടീസിൽ ഒരേ കാര്യം ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവായിട്ടും അതുപോലെ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള സാധനം ചെയ്യണം എന്നുള്ളതിലേക്കാണ് ഞാൻ വന്നത്. പിന്നെ ഞാനിവിടെ വന്ന് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്ത സമയത്തും മിഗ്ഡാ സാർ എന്നോട് പറയുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ രാവിലെ ഹെൽമെറ്റ് ഇട്ടിട്ടാണോ പോയിട്ട് പുല്ല് പറിക്കാതെ എന്നോട് ചോദിച്ചത്. അപ്പോൾ ഞാൻ മിഗ്ഡാ സാറിനോട് പറഞ്ഞു സാറിൻ്റെ അടുത്ത് ഞാനിപ്പോൾ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഓൾറെഡി എൻ്റെ വീട്ടിൻ്റെ 16 സെൻറ്റ് സ്ഥലത്ത് ഞാൻ മൊത്തമായിട്ട് ഗിനി ഗ്രാസിൻ്റെ വിത്തിട്ടിട്ടുണ്ട്, കുറച്ചൊക്കെ CO3 ഗ്രാസ് ഇട്ടിട്ടുണ്ട്. പോരാത്തന്നെ ഞാനാണെങ്കിൽ കുറച്ചും കൂടി കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് ഞാൻ ഏകദേശം ഒരു 80 ട്രേസ് പോകുന്ന ഒരു ഹൈഡ്രോപോണിക്സിൻ്റെ ഒരു ചെറിയൊരു ഷെൽ സിസ്റ്റം ഞാൻ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് വാട്ടറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഇപ്പം അങ്ങനത്തെ ഫീഡിനെ കുറിച്ച് വലിയൊരു ബുദ്ധിമുട്ടില്ല. പിന്നെ എൻ്റെ 2 ഫ്രണ്ട്സ് എൻ്റെ 2 ഫ്രണ്ട്സും ഉണ്ട്, ഇതിനും കൂടി എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും പ്രൊഫഷണലൊക്കെ ആയിട്ട് എനിക്ക് അവിടെ ഇവിടെയൊക്കെ പോകേണ്ടി വരും പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും സമയത്തുണ്ട് ഇവരെ ഹെൽപ്പ് എനിക്ക് കിട്ടും. ഇപ്പോൾ എന്തായാലും ഞങ്ങൾ 1 യൂണിറ്റ് മുയലാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. ഇത് ഞങ്ങളെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് പറ്റും, ഇനി മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് ഞാൻ ഇനിയും കൂടുതൽ യൂണിറ്റുകൾ ഞാൻ എടുക്കും. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇതിൽ ഒരു പ്ലസ് പോയിന്റ് എനിക്ക് കിട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ അവർ ആദ്യം ചോദിച്ച് ഈ മുയലിനൊക്കെ ഇതാക്കിയിട്ട് അതിന് കൊന്നു കൊടുക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ, അതായത് സ്ലോട്ടറിങ് പറ്റുമോ എന്നാണ് ആദ്യം എൻ്റെ വീട്ടുകാർ ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഫാദറിനോടൊക്കെ മിഗ്ഡാ സാറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു സ്ലോട്ടറിങ്ങിൻ്റെ ആവശ്യമില്ല, ഇതിന് മാർക്കറ്റിങ്ങിന് പ്രശ്നമില്ല, നമുക്ക് എന്തുണ്ടെങ്കിലും ഈ മുയലിന് നമുക്ക് 3 മാസം പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങളെ അവർ തിരിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളതും കൊണ്ടുപോകുന്നതും. പിന്നെ നമ്മൾ കേരളത്തിലൊരിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോലത്തെ നല്ലൊരു പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ഒരിക്കലും തന്നെ ഈ ഫാമിംഗ് പോലത്തെ രീതികളിലേക്ക് വരാറില്ല. അത് കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. നമ്മളിപ്പം ഇവിടുന്ന് വിട്ടിട്ട് കേരളം വിട്ടിട്ട് നമ്മളിപ്പോൾ കർണാടകയിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലേക്ക് എവിടേക്കെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറുള്ള ഫാമിൻ്റെയും അതേപോലെ തന്നെ മിക്കവാറുള്ള ഇതേപോലത്തെ എല്ലാ സംരംഭങ്ങളുടെയും മുകളിൽ നിൽക്കുക. ഒന്നല്ലെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയീസിൽ ഏറ്റവും ഗവൺമെൻറ് എംപ്ലോയീസ് ആയിട്ടുള്ള ആൾക്കാർ, ഏറ്റവും തലപ്പത്ത് നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പ്രൊഫഷണൽസ്, അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും അധികം ഫാമും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ പോരാതെ ഇപ്പോൾ NRIസിന് അറിയാൻ മതിയാവും. നമ്മളിപ്പം സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഫാമുകളും ഒക്കെ അവർക്ക് നിർബന്ധമാണ്. ഫോറിനേഴ്സിനെ സംബന്ധിച്ചുള്ള ഒരു ഫാം ഹൗസും ഫാമുകളൊക്കെ നിർബന്ധമാണ്. അപ്പം കുറേയൊക്കെ നമ്മൾ ഇങ്ങനത്തെ കാര്യത്തിലേക്ക് എല്ലാവരും വരണം. അല്ലാതെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ്
ജീവിതം മുട്ടി കിടക്കുന്ന ആൾക്കാർ മാത്രമല്ല ഈ ഫാമിംഗ് എന്ന് പറഞ്ഞ ഈ ഇതിലേക്ക് വരേണ്ടത്. നമ്മളെപ്പോലുള്ള എല്ലാവരും, ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഇതിലേക്ക് വരണം. അതിനുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ മിഗ്ദാസ് സാറിൻ്റെ അടുത്ത് നിന്ന് കിട്ടും. മിഗ്ദാസ് സാറിനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ മിഗ്ദാസ് സാർ എത്രയോ ആൾക്കാർക്ക് വഴി കാണിച്ചു കൊടുത്ത മനുഷ്യനാണ്. എന്തായാലും ഒരു 3-4 കൊല്ലം കൊണ്ട് മിഗ്ദാസ് സാറിന് ഒരു പത്മശ്രീയെങ്കിലും മിനിമം കിട്ടട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ മിഗ്ദാസ് സാറിൻ്റെ യൂണിറ്റുകളും അതേപോലെ തന്നെ ബ്രാഞ്ചുകളും ഏകദേശം നമ്മൾ ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ മോർ ദാൻ 50,000 ആണ്. അപ്പോൾ അതെന്തായാലും എല്ലാവർക്കും ഒരു ഊർജ്ജമായിരിക്കട്ടെ. അതുപോലെ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ ഒരു പ്രൊഫഷണലായിട്ടുള്ള ഞാനൊരു മൊയൽ ഫാം നടത്തിക്കൊണ്ടോ അല്ലെങ്കിൽ 2-3 മൊയലിനെ വാങ്ങി വളർത്തിയതിനെ കൊണ്ടോ ഒന്നും സംഭവിക്കാൻ പോകില്ല. അതൊക്കെ നമ്മൾ തോന്നൽ മാത്രമാണ്. പിന്നെ പബ്ലിക് എന്ത് പറയുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്നും ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ അതും ഒരു ദോഷകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പബ്ലിക് എന്തും പറഞ്ഞോട്ടെ, നമുക്ക് എന്തും ചെയ്യാം. നമുക്ക് പറ്റുന്നത്, നമുക്ക് ആവാവുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. പബ്ലിക്കിനെ നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല. അത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും അപ്പോൾ ഞാൻ ഇപ്പോൾ കൊണ്ടുപോകുന്നുണ്ട്. എല്ലാവരുടെയും ഇതും കാര്യങ്ങളൊക്കെ എനിക്ക് വേണം. പിന്നെ എന്ത് കാര്യങ്ങൾ സംശയങ്ങളുണ്ടായി മിഗ്ദാസ് സാർ അതനുസരിച്ചുള്ള എല്ലാ വിധത്തിലുള്ള ഇൻസ്ട്രക്ഷൻസും തരും. വേറെ കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനില്ല.